സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ഉരിബൽ അശാ, ഭക്ഷണം തയ്യാറാക്കപ്പെട്ടു, വഹദറത്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയമാവുകയും ചെയ്തു, ഫബ്ദഉ ബിഹി, എന്നാൽ ആദ്യം നിസ്കരിക്കലല്ല, ആദ്യം ഭക്ഷണം കഴിക്കുക. ഖബ്ല അൻ തുസല്ലു, നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ്. വലാ തഅജലു അൻ അശാഇക്കും, നിങ്ങളുടെ ഭക്ഷണത്തെ തൊട്ട് അഥവാ ഭക്ഷണം പിന്തിച്ച് നിസ്കാരത്തിന് ധൃതി കാണിക്കേണ്ടതില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്, ഇല്ലെങ്കിൽ കറാഹത്ത് വന്നുപോകും. നിസ്കാരത്തിൽ ഓരോ ഫർളും പറഞ്ഞ സാഹചര്യത്തിൽ ആ ഫർളിൽ വാജിബായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കറാഹത്തുകളും ഒക്കെ നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിസ്കാരത്തിൽ മൊത്തത്തിൽ വരുന്ന കറാഹത്തുകളുണ്ട്, അതുപോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വരുന്ന കറാഹത്തുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം ഫുഖഹാക്കൾ പറഞ്ഞു, ദുഖൂലുഹാ ബിതവഖാനി നഫ്സി ഇലാ തുആമിൻ ഔ ശറാബിൻ ഔ ജിമാഅ. നമ്മുടെ മനസ്സിൽ ഭക്ഷണം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ആ ഭക്ഷണം അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ വെള്ളം, അത് കുടിക്കാൻ ആഗ്രഹമുണ്ട്, വെള്ളം അവിടെ സജ്ജമാണ്. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിന്റെ ആഗ്രഹങ്ങൾ, ആ പൂർത്തീകരണത്തിനുള്ള സാഹചര്യം അവിടെയുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ നിസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെട്ടു പോകും. നല്ല ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സ്മെല്ല് ഇങ്ങനെ അടിക്കാൻ, ആ നിസ്കാരത്തിലേക്ക് പിന്നെ ആ നിസ്കാരം ഫുള്ള് ബിരിയാണിയിലായി അല്ലേ. അപ്പൊ അത് കഴിച്ചിട്ട് നിസ്കരിക്കലാണ്, അപ്പൊ കറാഹത്ത് വരില്ല. ഇത് ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് വിശാലമായ സമയം അവിടെ ഉണ്ടായിരിക്കണം. നിസ്കാരത്തിന് വിശാലമായ സമയം അവിടെ ഉണ്ടാവണം. നിസ്കാരം കഥാവാൻ പോകണം. ഈ ബിരിയാണിയിൽ എന്ത് തയ്യാറായിട്ട് കാര്യമില്ല, അപ്പൊ കഥാക്കാൻ പാടില്ല. നിസ്കാരം അപ്പോൾ നിർവഹിക്കണം. അല്ലാത്ത വിശാലമായ സമയമുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം കഴിച്ചതിന് ശേഷമാണ്. കാരണം അത് ഖുശൂഇനെ നഷ്ടപ്പെടുത്തും എന്നതുകൊണ്ടാണ്. ഖുശൂ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖുശൂ നഷ്ടപ്പെടുമെങ്കിൽ അത് ചെയ്യരുത് എന്നാണ് ഫുഖഹാക്കളെല്ലാം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിശപ്പുണ്ടാവുക എന്നല്ല, ആഗ്രഹം ഉണ്ടാവുക എന്നാണ്. വിശപ്പുണ്ട് എന്നതുകൊണ്ട് ആഗ്രഹം ഉണ്ടാവണമെന്നില്ല. അപ്പൊ വിശപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ നിസ്കരിക്കാം, കറാഹത്ത് വരില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ നമ്മൾ സാധിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ആ ആഗ്രഹത്തോടു കൂടെ നിസ്കാരത്തിലേക്ക് നിൽക്കൽ ഭക്തിയെ ഭംഗം വരുത്തുന്നത് കൊണ്ട് കറാഹത്ത് വരും. മറ്റൊന്ന് ദുഖൂലു സ്വലാത്തി ബി മുദാഫഅത്തി ഹദസി, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ഒരാൾക്ക് മൂത്രയിക്കാണ്ട്, അല്ലാണ്ട് മൂത്രയിക്കാണ്ട്, അപ്പൊ ഇനിമേ അതായത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാക്കാം എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ നിസ്കാരത്തിൽ മുഴുവനും മൂത്രയിക്കലിനെ കുറിച്ച് ചിന്ത ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, അല്ലെങ്കിൽ കറാഹത്ത് വരും. അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ നീക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് കറാഹത്ത് വരുന്നത് പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം, തർക്കു സുന്നത്തിൻ മുഅക്കദത്തിൻ മിൻ സുനനി സ്വലാ. നിസ്കാരത്തിൽ മുഅക്കദായി പറഞ്ഞ, നേരത്തെ പറഞ്ഞ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ നിസ്കാരത്തിൽ കറാഹത്ത് വരും. നിസ്കാരത്തിൽ കറാഹത്ത് വരാതെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ നിസ്കാരം നല്ല നിസ്കാരമാവണമെങ്കിൽ, അല്ലാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ അത് നല്ലൊരു നിസ്കാരമായി സ്വീകരിക്കണമെങ്കിൽ, കബൂലാക്കണമെങ്കിൽ കറാഹത്ത് വരാതെ പരമാവധി ശ്രദ്ധിക്കണം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട, കറാഹത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ദുഖൂലുഹാ ബിഗലബത്തി നൗമി. നന്നായി നമുക്ക് ഉറങ്ങാനുണ്ട്, ഉറക്കം അമിതമായിട്ടുണ്ട്, അമിതമായ ഉറക്കമുണ്ട്, വിശാലമായ സമയമുണ്ട്. എന്നാൽ കഷ്ടപ്പെട്ട് തൂങ്ങി ഉറങ്ങി നിസ്കരിക്കലല്ല, അത് കറാഹത്താണ്. അപ്പൊ ഉറങ്ങിയിട്ട് അതിന് ശേഷം നിസ്കരിക്കുക എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിസ്കാരത്തിന്റെ സമയം ഹാദറായതിന് ശേഷം നമുക്ക് ഉണരും എന്ന് പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഉണരും എന്ന് പ്രതീക്ഷയുണ്ട്. അലാറൊക്കെ വെച്ചാൽ ഉണരാറുണ്ട്. അങ്ങനെ ഉറങ്ങൽ തന്നെ എന്താണ്? കറാഹത്താണ്. പക്ഷെ ഒരാള് നമ്മളെ ഉണർത്തി, അല്ലെങ്കിൽ ഉണർത്താനില്ല, ഒരാൾ ഉണർത്താൻ പോലും ഇല്ല, നമ്മൾ അലാറം വെച്ചാൽ എണീക്കൂല്ല, പിന്നെ ഉറങ്ങാൻ പാടില്ല.
ഹറാമാണ്. പക്ഷെ ഒരാൾക്ക് അമിതമായ ഉറക്കമുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടല്ലാതെ നിസ്കരിക്കാൻ കഴിയില്ല. കാരണം നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ആവില്ല. കാരണം വിദൂരമായ യാത്ര 24 മണിക്കൂർ അദ്ദേഹം അല്ലെങ്കിൽ 2 ദിവസമോ അദ്ദേഹം ഉറങ്ങാതെ നിൽക്കാം. ആ സാഹചര്യത്തിൽ വിശാലമായ ഒരു സമയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഉറങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ആ ഉറക്കം കൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ അവിടെ കറാഹത്താണ്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. വിശാലമായ സമയം അവിടെ ഉണ്ടായിരിക്കണം. സമയം ഇല്ല എങ്കിൽ അവിടെ ഫർദിന് വീട്ടുകയാണ് വേണ്ടത്. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ധാരാളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിസ്കാരത്തിൽ കറാഹത്ത് വരും. ശതവാക്കി നാളെ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.